മാജിക്കിലൂടെയാണല്ലോ സാർ ഇന്ന് ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം സാധാരണ ജനത്തിനിടയിൽ ഈ സുവിശേഷ പ്രഘോഷണം മാജിക്കിലൂടെ പറ്റുമോ എന്നുള്ളൊരു സംശയം ജനങ്ങൾക്കിടയിലുണ്ട്. സാറിൻ്റെ അനുഭവത്തിൽ അത് എങ്ങനെയാണെന്നൊന്ന് വ്യക്തമാക്കാമോ? മാജിക് എന്ന് പറഞ്ഞാൽ ഒരു വിസ്മയ കലയാണ്. അത് എന്തും നമുക്ക് മോശമായിട്ട് ഉപയോഗിക്കാം, നന്നായിട്ട് ഉപയോഗിക്കാം. ഒരു മാജിക്കിനെ കുറിച്ച് മോശമായിട്ട് ഒരു മജീഷ്യനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ പറയാം, ഇത് എൻ്റെ കഴിവാണ്, അതിൽ അങ്ങനെയാണ്, ഇതിലിങ്ങനെയാണെന്നൊക്കെ നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാം. പക്ഷേ നമ്മുടെ ലക്ഷ്യം ക്രിസ്തുവാണ്. അപ്പോൾ ഈശോ ഉപമകളിലൂടെയാണ് എല്ലാം പഠിപ്പിച്ചത്. വിത്ത്, വല, കൊയ്ത്ത്, കൂലി കൊടുക്കുന്നത്, അങ്ങനെ എന്തെല്ലാമാണ് ഈശോ ഉപമകളിലൂടെ പഠിപ്പിച്ചത്. കണ്ടിട്ടും കാണാതിരുന്നവർ വിശ്വസിക്കാൻ വേണ്ടി, കേട്ടിട്ടും മനസ്സിലാക്കാത്തവർ അത് ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഈശോ ഉപമകൾ ഉപയോഗിക്കുന്നു. എന്ന് പറഞ്ഞതുപോലെ മാധ്യമങ്ങളുടെ മായാവലയത്തിൽ മനസ്സുടക്കി കിടക്കുന്ന മനുഷ്യ മനസ്സിലേക്ക് ചില സുവിശേഷ ആശയങ്ങൾ, സവിശേഷമായ ചില മൂല്യങ്ങളൊക്കെ കൊടുക്കുന്നതിന് ചില കലകൾ ആവശ്യമാണ്. എൻ്റെ മനസ്സിൽ എങ്ങനെയോ വിസ്മയത്തിൻ്റെ ഒരു വിത്ത് വീണിരുന്നു. തമ്പുരാൻ സ്വർഗത്തെയും തന്നാവാം. എന്തായിരുന്നാലും ഈ മാജിക് എന്ന് പറയുന്നത്, ഇപ്പോൾ രണ്ടാം വത്തിക്കാൻ പ്രമാണരേഖകളിൽ സഭാപിതാക്കന്മാർ പറയുന്നുണ്ട്, വശ്യതയുള്ള മാധ്യമങ്ങൾ ഉപയോഗിക്കാതിരുന്നാൽ സഭ കുറ്റക്കാരി എന്ന് വിളിക്കപ്പെടുമെന്നാണ്. മാജിക് എന്നർത്ഥമില്ല, വശ്യതയുള്ള മാധ്യമങ്ങൾ, അതേതുമാകാം. വശ്യതയുള്ള മാധ്യമമാണ് ഈ മാജിക് എന്ന് പറയുന്നത്. അതൊരു വിസ്മയമാണ്. വളരെ പെട്ടെന്ന് കണ്ണുകളിലേക്ക്, കാഴ്ചയിലേക്ക് ഒരു വസ്തു എല്ലാം ഒളിപ്പിച്ചു വയ്ക്കുക. സത്യത്തിൽ ഈ തിരുവോസ്തിയിൽ ഈശോ കുഞ്ഞായി ഒളിഞ്ഞിരിക്കുന്നത് പോലെ തന്നെ അല്ലേ? സത്യമല്ലേ? വലിയവനായ ഈശോ ഒരു കുഞ്ഞ് തിരുവോസ്തിയിൽ എഴുന്നള്ളിയിരുന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു കഴിയുമ്പോൾ എൻ്റെ മനസ്സിലങ്ങ് നിറയുകയാണ്. മനസ്സ് നിറഞ്ഞു വരികയാണ് ഈശോ, ഒരു സ്പോഞ്ചിൽ വെള്ളം ഉയർത്ത് വരുന്ന പോലെ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ വരുമ്പോൾ നമ്മൾ ഈ മാജിക്ക്, ഞാൻ ഓർക്കുകയാണ്, ആരംഭകാലങ്ങളിൽ 1-2 മാജിക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണിക്കുമ്പോൾ ആളുകൾക്ക് ഒത്തിരിയേറെ ഇഷ്ടപ്പെടുന്നു, കുട്ടികൾക്കൊക്കെ. അപ്പം ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഈ വിസ്മയ കല കൂടുതൽ ഉപയോഗിക്കണം. അപ്പം നമുക്ക് വിപണിയിൽ പല സാധനങ്ങളൊക്കെ കിട്ടും, കുറച്ചൊക്കെ അത് വാങ്ങുന്നതിന് ഭയങ്കര വിലയാവും. അപ്പോൾ അങ്ങനെ വാങ്ങും. അതിനുശേഷം ആ മാജിക്കിനം വാങ്ങിയിട്ട് പ്രാർത്ഥിക്കും നമ്മൾ, കർത്താവ്, ഈ മാജിക് ഇനത്തിന് നമ്മൾ എന്ത് മെസ്സേജാണ് കൊടുക്കേണ്ടത്, ഏത് വചനമാണ് കൊടുക്കേണ്ടത് എന്ന് പ്രാർത്ഥിക്കും. അതിനുശേഷം പിന്നീട് എനിക്ക് ഒരു ഗിഫ്റ്റായിട്ട് കിട്ടിയത് ക്രിസ്ത്യൻ ധ്യാനത്തിലൂടെ അങ്ങനെ കിട്ടിയിരുന്നു, ക്രിസ്ത്യൻ ട്രെയിനിങ് പ്രോഗ്രാമിൽ. അതായത് ഒരു പ്രസംഗം കേട്ടാൽ, ഒരു വചന പ്രഘോഷണം കേട്ടാൽ അതിൻ്റെ വിഷ്വൽ രൂപം എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് തരും. അത് ഞാൻ വരയ്ക്കേണ്ടതാണെങ്കിൽ വരച്ച്, അല്ലെങ്കിൽ കളക്ട് ചെയ്യേണ്ടതാണെങ്കിൽ കളക്ട് ചെയ്ത് അത്തരത്തിലാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ മാജിക്, വിസ്മയകല ഉപയോഗിക്കുന്നു. അതെല്ലാവർക്കും സ്വീകാര്യമാണ്. 42-ാമത്തെ സങ്കീർത്തനത്തിലും 63-ാമത്തെ സങ്കീർത്തനത്തിലും 1-ാം തിരുവാക്യത്തിൽ വായിക്കുന്നുണ്ടല്ലോ, നീർച്ചാൽ തേടുന്ന മാൻപേടയെപ്പോലെ എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ദാഹിക്കുക, ഉണങ്ങി വരേണ്ട ഒരനുഭവം. എൻ്റെ 2 പാത്രം പരിശോധിക്കുക, ഒരു തുള്ളി വെള്ളവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. ഇതുപോലെ നമ്മുടെ മനസാക്ഷി ആ സ്നേഹത്തിനു വേണ്ടി, കാരുണ്യത്തിനു വേണ്ടി കൊതിക്കുകയാണ്. നിന്റെ അരുവിയിൽ അണഞ്ഞിടുവാൻ, നിന്റെ അരുവിയിൽ നിന്നു നുകരാൻ, നിന്റെ അരുവിയിൽ ജീവിക്കുവാൻ എന്നെ അനുവദിക്കുക നാഥ. ഈശോയുടെ വചനത്തിന് വള്ളിപുള്ളി മാറ്റമില്ലെന്ന് നമ്മൾ മനസ്സിലാക്കുക. ആരൊക്കെ എൻ്റെ അടുത്ത് വന്നോ അവരെയൊക്കെ ഈശോ അനുഗ്രഹിക്കുന്നു. നോക്കുക, ദാഹിക്കുന്നവൻ എൻ്റെ അടുത്ത് വന്ന് കുടിക്കട്ടെ. ആ ദാഹജലം, യേശുവാകുന്ന ആ ദാഹജലം, ദൈവമാകുന്ന ആ ദാഹജലം, ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട്, കൃപ കൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് നിറയ്ക്കാനായിട്ട് ആഗ്രഹിക്കാം. നമുക്ക് തിരിച്ചു വരാം. ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഈ വിസ്മയകലയിലൂടെ തിരുവചന വിസ്മയം, ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഒരു പ്രോഗ്രാം മാജിക്
ഷോയല്ല, നമ്മൾ കംപ്ലീറ്റ് മിനിമം 3 മണിക്കൂർ തൊട്ട് 5 മണിക്കൂറോ 3-4 ദിവസത്തെ ധ്യാനം ഈ മാജിക്കിലൂടെ. ഇപ്പോൾ നമ്മൾ മാനന്തവാടി രൂപതയിൽ ശിശുമല ഇടവകയിൽ ഫാദർ ജോസ് കൊട്ടാരം വികാരിയായിരുന്ന പള്ളിയിൽ 3 ദിവസത്തെ നോമ്പുകാല ധ്യാനം ഈ മാജിക്കിലൂടെയായിരുന്നു. ആളുകൾ ഇങ്ങനെ കൂടുതൽ വന്നുകൊണ്ടേയിരുന്നു, ഓഡിറ്റോറിയം നിറഞ്ഞുകൊണ്ടേയിരുന്നു. അച്ഛൻ്റെ അപ്രീസിയേഷൻ കത്ത് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ മാജിക്കിലൂടെ, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ PTA-ക്ക്, ദമ്പതികൾക്ക്, ടീച്ചേഴ്സിന്, കുട്ടികൾക്കുള്ള ക്രിസ്ത്യൻ ധ്യാനം LKG മുതൽ. ഒരിക്കൽ ഞാൻ ഓർക്കുന്നു, MG യൂണിവേഴ്സിറ്റി റിസോഴ്സ് പേഴ്സണായിട്ട് സെലക്ട് ചെയ്തു. മെഡിക്കൽ കോളേജിൽ പോയിട്ടുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജിൽ പോയിട്ടുണ്ട്, BEd കോളേജ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലൊക്കെ ഈ വിസ്മയകല നമ്മൾ ഉപയോഗിച്ചപ്പോൾ എല്ലാം വളരെ ആകർഷണീയമായി തോന്നി. ഇപ്പോൾ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ മാജിക്കിൻ്റെ വെയിറ്റ് അല്ല, മാജിക്കിൻ്റെ വലിപ്പമല്ല, നമ്മൾ പറയുന്ന മെസ്സേജ്. പാർട്ടി ഓഫീസിൽ ക്ലാസ് എടുക്കാനായിട്ട് പോകാറുണ്ട്, അവർക്ക് റോഡ് ഷോ നടത്താറുണ്ട് മാജിക്കിലൂടെ. അപ്പോഴും വെഹിക്കിളൊക്കെ പറയുന്ന ഇതാണ്, നമ്മളാ വിഷ്വൽ മീഡിയയേക്കാൾ ഉപരി നമ്മളാ പറയുന്ന മെസ്സേജ് അത് മനസ്സിലേക്ക് വരും. നമ്മളെവിടെയെങ്കിലും ഒരു മാജിക് കാണിക്കാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആൾ ഓടിക്കൂടും. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ എല്ലാം, നമ്മൾ പോലീസ് എക്സൈസിനെല്ലാം മദ്യത്തെക്കുറിച്ച്, മയക്കുമരുന്നിനെക്കുറിച്ച് എത്ര മണിക്കൂർ വേണേലും ഉണ്ട്, അങ്ങനെ ഓടുക. അപ്പോൾ തെറ്റിദ്ധാരണയുടെ ആവശ്യമില്ല, നമ്മൾ മാറ്റുക. അതായത് നമുക്ക് കലാരൂപം, എൻ്റെ പ്രധാനമായിട്ടും നമ്മളെല്ലാ വിഷയങ്ങളും എടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ആഗ്രഹം ദൈവത്തിൻ്റെ വചനം കൊടുക്കുക, വചന പ്രഘോഷണം. അപ്പം നമുക്കറിയാം സോഷ്യൽ മീഡിയ, നമ്മൾ മാധ്യമങ്ങളുടെ അഡിക്റ്റാണിന്ന്. അപ്പോൾ ഇത് മനുഷ്യൻ കണ്ണ് നിറഞ്ഞ് കണ്ട് ഹൃദയം കുളിർക്കെ ആസ്വദിച്ച് വചനം കേൾക്കുന്ന, അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. സഭയോട് ചേർന്നാണ് എൻ്റെ ശുശ്രൂഷകൾ മുഴുവനും. അല്ലാതെ പണത്തിനോ പ്രതാപത്തിനോ അല്ലെങ്കിൽ മഹത്വത്തിന് വേണ്ടിയിട്ടൊന്നും ഞാൻ ചെയ്യാറില്ല. എളിമപ്പെട്ട് ഒരു 10-32 ബാഗുണ്ട്, 4ാം നില വരെ ഞാൻ ചുമക്കാറുണ്ട് ഒരു ചുമട്ടുകാരന്. അപ്പോൾ ഞാനൊരു കർത്താവിൻ്റെ ചുമട്ടുകാരനാണ്, ഒരു കൂലിത്തൊഴിലാളിയാണെന്ന് പറഞ്ഞ പോലെ ഒരു ചുമട്ടുകാരനാണ്. ഈ ബാഗ് എല്ലാം എടുക്കണം. ചിലപ്പോൾ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ കാണും. ചിലപ്പോൾ ടാക്സി വണ്ടിയിലാണ് പോകുന്നത്, ടാക്സി ഡ്രൈവർ ചിലപ്പോൾ കൂടാതിരിക്കാം. അങ്ങനെ ഞങ്ങൾ ഇതുപോലെ ശുശ്രൂഷകൾ ചെയ്തു പോരുന്നു. കർത്താവ് വളരെയധികം അനുഗ്രഹിച്ച് മുന്നോട്ട് പോകണം.